ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ സമയം നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള കറന്റ് ട്രൂ ഫീലിങ്സ് എന്താണ്? അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിൽ വരുന്ന ആ ഒരു തോട്ട്സ്, ചിന്തകൾ, ഫീലിങ്സ് ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്, അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും, നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് ഓർക്കുക, അവരുടെ പേര് മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി മറ്റ് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Justice, Four of Cups, Four of Swords, the Tower, Four of Pentacles, Three of Swords, the Hierophant, Strength, Three of Wands, Nine of Swords, Five of Pentacles, Seven of Pentacles, Knight of Wands, Two of Pentacles, Queen of Swords, Page of Cups, Two of Wands, Nine of Pentacles, King of Swords, Ace of Wands, the Star Energy. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലോ എനർജിയിലേക്ക് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ആയിരുന്നു എന്ന് പറയാൻ കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിന് കൂടുതൽ വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മതിപ്പ് തരാതെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയവരാണ്, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ്. ഇതൊന്നും ഒരു വിഷയമല്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനെയും അതിജീവിക്കാൻ സാധിക്കും, നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിലും ഇവരുടെ ലൈഫിൽ യാതൊരുവിധ നഷ്ടവും ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ ഇറങ്ങിപ്പോയവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചീറ്റ് ചെയ്തവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഈഗോ വെച്ചിട്ട് ഇറങ്ങിപ്പോയവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഒരുപാട് പ്രയത്നിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അവർ ആ ഒരു രീതിക്ക് പോയിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. ഫോളോ ചെയ്ത് പോവൽ മാത്രമല്ല നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ചെയ്തിരിക്കുന്നത്, അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക, പ്രയത്നിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക ഇവരെ തിരിച്ചു പിടിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആ ഒരു സമയത്ത് ചെയ്തിരുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും അതേ രീതിക്ക് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഇവിടെ ക്യൂൻ ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കിങ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. അതായത് രാജാവും രാജ്ഞിയുമാണ്.
സെയിം എനർജിയാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ രണ്ട് പാർട്ട്നേഴ്സും ഒരേപോലെ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു എനർജി ലെവലിൽ വന്നിരിക്കുന്ന വേരിയേഷൻസിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രത്തോളം ലോ എനർജിയിലാണോ നിങ്ങളുടെ ബന്ധം നിന്നിരുന്നത്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മുകളിലേക്ക് ഈ ഒരു എനർജി ലെവൽ പതുക്കെ കയറി തുടങ്ങിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണിത്. നിങ്ങളുടെ ഒരു എനർജി ലെവൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ നിന്നും പതുക്കെ ഒന്ന് മാറി നിന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. സ്ട്രെങ്ത് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് എത്തിക്കാണുമായിരിക്കും. ചിലവരെ സംബന്ധിച്ചിടത്തോളം പതുക്കെ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ റിലേഷൻഷിപ്പിൽ എന്താണെങ്കിലും ഒരു ലോയിൽ നിന്നും മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. ഇനി നമുക്ക് ഈ ഒരു പേഴ്സന്റെ അവസ്ഥയിലേക്ക് വരാം. ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ പറയുകയാണെങ്കിൽ അവര് ഇപ്പോൾ ഒരു ലോ എനർജിയിലാണ് നിൽക്കുന്നത്. 9 ഓഫ് സോഴ്സും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 3 ഓഫ് സോഴ്സ് ആണ്. ഹൃദയം മുറിക്കുന്ന വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ. അത്രത്തോളം പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലാണ് ഇവർ നിൽക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ ഇവരുടെ എനർജി ലെവൽ ലോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കാരണം ഇവരുടെ എനർജി ലെവൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഇവരുടെ ഒരു മനോഭാവത്തിലുള്ള ഒരു ഈഗോ അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം ഇതിലൊക്കെ നിന്നിരുന്ന വ്യക്തികൾ ആയതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ലോയിലേക്ക് പോയത്. അപ്പൊ ഇവർക്ക് ചേഞ്ച് സംഭവിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ പ്രതീകമാണ് ഇവരുടെ എനർജി ലോ ആയിരിക്കുന്നത്. എനർജി ലോ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള തിങ്കിങ് ഇവരിലേക്ക് വരിക, ഇവരുടെ ആ ഒരു ദേഷ്യം, ധാർഷ്ട്യം ഇതെല്ലാം കെട്ടടങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഇവരുടെ എനർജി ലോ എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളിലേക്കുള്ള ആ ഒരു മുന്നൊരുക്കമാണ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ്, അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് എനർജി ആണ്. ജസ്റ്റിസ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു നീതി നടപ്പിലാക്കാനായിട്ടുള്ള മാനസിക അവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആദ്യമേ തന്നെ മാറിയിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് ഒരു ലവ് എന്നതിനേക്കാൾ കൂടുതൽ, ഒരു പ്രണയം എന്നതിനേക്കാളൊക്കെ കൂടുതൽ അവരുടെ മൈൻഡിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു നീതി നൽകണം എന്നാണ്. കാരണം ഇവര് പ്രവർത്തിച്ചത്, നിങ്ങളോട് ചെയ്തത് എല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ഇവർ ചെയ്ത ആ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നീതിക്ക് നിരക്കാത്ത രീതിയിൽ നിങ്ങളോട് പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ അവർ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്നേഹിക്കുന്നവരിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരു അവഗണന അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മറ്റു പല സിറ്റുവേഷൻസിൽ നിന്നെല്ലാം അവർക്ക് ടവർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് തിരിച്ചടികൾ, തിരിച്ചറിവിന്റെ തിരിച്ചടികളാണ് അവർക്ക് വന്നിരിക്കുന്നത്. ഇവരെവിടെയാണോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി നിന്ന സ്ഥലങ്ങൾ, അവിടെ നിന്നെല്ലാം അവർക്കൊരു തിരിച്ചറിവ് ലഭിക്കുകയാണ്. മറ്റുള്ളവരുടെ വായിൽ നിന്നും കേൾക്കേണ്ടി വരിക, അല്ലാന്നുണ്ടെങ്കിൽ അവർ മാറി നിന്ന് പറയുന്നത് കേൾക്കേണ്ടി വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു തുടങ്ങിയപ്പോഴേക്കുമാണ് ഇവരുടെ ആ ഒരു മുകളിലേക്ക് പോയി, അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് തനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നിന്നിരുന്ന അവരുടെ മനസ്സ് അവിടെ നിന്നും തകർന്ന് താഴേക്ക് വീണിരിക്കുന്നത്. ആ ഒരു തകർച്ചയിൽ അവർ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണോ നിങ്ങളിലേക്ക് പോയത്, അതേ സ്പീഡിൽ തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ച് യാത്രയാവുകയാണ്. നിങ്ങളെ വീണ്ടെടുക്കാനുള്ള ഒരു യാത്രയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് അല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇവർ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നീതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഓർമ്മയാണ്. കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കരിയർ ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജോലിയൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം. സമ്പത്ത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു രീതിക്കുള്ള എനർജി ഉണ്ടായിരിക്കാം, ഒരു മീഡിയം ലെവലും ഉണ്ടായിരിക്കാം. എന്തായാലും ഒരുപാട് ലോ എനർജിയിലൊന്നും അല്ല ഇവർ നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു രീതിയിൽ നിൽക്കുന്ന പേഴ്സൺ തന്നെയാണ്. പക്ഷേ അവർക്ക് അതൊന്നും ആസ്വദിക്കാനായിട്ട് ഈ ഒരു സമയത്ത് കഴിയുന്നില്ല. എന്തൊക്കെ ചുറ്റിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും, പണ്ട് അവർ ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളില്ലെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല അവരുടെ ലൈഫിൽ അവർക്ക് സംഭവിച്ചത്. അവരുടെ ചിന്താഗതികൾ എല്ലാം തന്നെ തെറ്റായിരുന്നു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റാണ്. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവർ ലൈഫിൽ നിന്നും മാറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പാർട്ട് തന്നെയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ
നിങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളിലേക്ക് അവർ അട്രാക്ട് ആകുന്നുണ്ട്. അട്രാക്ട് ആവുക എന്ന് പറയുമ്പോൾ ഇവർ പല സ്ഥലങ്ങളിലും ഇവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും മറ്റെന്ത് സിറ്റുവേഷൻസിലേക്ക് പോയാലും അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പൊ ആരെയൊക്കെയാണോ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരിലൊന്നും നിങ്ങളെ പോലെ ഒരു വ്യക്തിയെ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരു രീതിക്കും അവർക്ക് ആ ഒരു സാമ്യം അവരിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത് അവരുടെ ലൈഫിൽ കിട്ടിയിരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു നിങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു നിങ്ങൾ. ഇവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ. സ്നേഹമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതുവരെ ലൈഫിൽ കിട്ടാതിരുന്ന ഒരു കാര്യം. ആ ഒരു കാര്യം ഇവരുടെ ലൈഫിലേക്ക് ഇവർ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതായത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ കൊണ്ടുവന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന അവർ നൽകിയില്ല. അല്ലെങ്കിൽ അവരത് അതിന് ശ്രമിച്ചില്ല. പകരം അവരുടേതായ ഒരു ലോകത്തിലേക്ക്, അവരുടേതായ ഒരു സന്തോഷത്തിലേക്ക്, അതിലേക്കൊക്കെ മാത്രം ഫോക്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്ത ആ ഒരു തെറ്റുകളെല്ലാം എത്രയും വേഗം തീർക്കണം. ഇതിനൊരു നീതി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫോർ ഓഫ് പെന്റക്കിൾസ് ആണ് തന്റെ ഇമോഷൻസ് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഇവർ ഈ ഒരു രീതിക്ക് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോട്ടും കൂടി ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. അവർ ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അവരെ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതും. പക്ഷെ ആ ഒരു ഇമോഷൻസ് ഒന്നും ഇവർ പ്രകടിപ്പിച്ചില്ല. ഇവരെല്ലാം ഇങ്ങനെ ഉള്ളിൽ വെക്കുന്ന ഒരു രീതിയാണ്. ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കാണിക്കാതെ അതിപ്പോ സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് വിട്ടിട്ട് നിങ്ങളിലേക്ക് കാണിക്കാതെ ഇവരിങ്ങനെ ഉള്ളിൽ അടുക്കി അടുക്കി വെച്ചിരുന്നത് എന്തിനായിരുന്നു? അതുകൊണ്ടിട്ട് താൻ എന്താണ് നേടിയത്? ആ ഒരു സ്വാർത്ഥതാ മനോഭാവം ഇവർ നിങ്ങളോട് കാണിച്ചത് ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒരു പബ്ലിക് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ഇവർ സൊസൈറ്റിയിലൊക്കെ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു ക്ലീൻ ഇമേജ് ഒക്കെ വെക്കുന്ന വ്യക്തികളാണ്. ക്ലീൻ ഇമേജ് എന്ന് പറയുമ്പോഴേക്കും ഒരു എല്ലാവരും ബഹുമാനിക്കുക അല്ലെങ്കിൽ എല്ലാവരും ഇവരെ കാണുമ്പോഴത്തേക്കും ഒരു റെസ്പെക്ട് തോന്നുന്ന ടൈപ്പ് ആ ഒരു രീതിയൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത്. അപ്പൊ നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്യാരക്ടറിന് ചേഞ്ച് വന്നു പോകുമോ എന്നുള്ളൊരു ഭയമായിരുന്നു ഇവരെ അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് പക്ഷെ ഒരു തെറ്റായ ചിന്താഗതി ആയിരുന്നു. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും കെയറിങ്ങോ സപ്പോർട്ടോ ഒക്കെ ആ ഒരു പാർട്ട്ണർക്ക് നൽകുമ്പോൾ മാത്രമാണ് ആ ഒരു റിലേഷൻഷിപ്പിന് ഭംഗി വരുന്നത് അല്ലെങ്കിൽ സന്തോഷം കൈവരുന്നത്. അത് ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നത്. അപ്പൊ താൻ കാണിച്ചിരുന്ന ആ ഒരു മണ്ടത്തരം തന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു തെറ്റായ ഡിസിഷൻ ആണ് എന്നുള്ളത് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനുഭവിച്ച കാര്യം ആ ഒരു വേദന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് സറണ്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് ഇവരിപ്പോ തിരിച്ചറിയുകയാണ്. പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അക്കാഡമിക് വൈസ് അല്ല പറയുന്നത്. ആ ഒരു സ്നേഹത്തെ കുറിച്ച് വൈകാരികപരമായ സ്നേഹം വൈകാരികപരമായ ജീവിതം ഇതെല്ലാം നിങ്ങളെ കണ്ട് പഠിക്കണം. നിങ്ങളാണ് അതിന് ഏറ്റവും കൂടുതൽ അർഹനായിട്ടുള്ളത് അല്ലെങ്കിൽ അർഹയായിട്ടുള്ളത് എന്നുള്ള നഗ്നമായ സത്യം ഇവരിപ്പോ റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ വളരെ ലോ എനർജിയിലായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഇവർ ചിന്തിക്കുന്നത് സ്നേഹത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം അത്രത്തോളം സ്നേഹം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. നിങ്ങൾക്ക് മനസ്സ് നിറയെ എല്ലാവരും നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു രീതിയായിരിക്കും. അത്രത്തോളം നിങ്ങൾ സ്നേഹം ആസ്വദിക്കുകയും കൊടുക്കുകയും എല്ലാവരിലും ആ ഒരു സ്നേഹം വിതറാനായിട്ട് ആഗ്രഹമുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു രീതി തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും വേദന നിങ്ങൾക്ക് അതായത് ആരെയും ചതിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ചീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണോ ഈശ്വര നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ ഒരു വേദന നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു മാറ്റമില്ലാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തെ ഇവർ മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വിലമതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിലാണ് ഇവർ വരേണ്ടത് എന്നുള്ളത് ഇവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ ഇവരുടെ പുറകെ പോയിട്ടും ഇവരിൽ നിന്നും പ്രത്യേകിച്ച് യാതൊരുവിധ ആക്ഷനും ഉണ്ടായിട്ടില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ തിരിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കംപ്ലീറ്റ്ലി പോകുന്നു. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇവർ പോകുന്ന ആ ഒരു പാത്ത് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്ത ഒരു രീതിയായിരുന്നു ഇവരുടേത്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തണം.
അർഹമായ സ്ഥലങ്ങളിൽ അർഹമായ രീതിയിൽ തന്നെ എല്ലാ സ്നേഹവും നൽകണം. പാത്രം അറിഞ്ഞു വിളമ്പുക എന്നൊരു മെന്റാലിറ്റിയിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. ഇവർ അർഹമില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും എല്ലാ സ്നേഹവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ആ ഒരു പേഴ്സന്റെ അടുത്ത് വേണം ആദ്യം ആ ഒരു ആത്മാർത്ഥത കാണിക്കാൻ. അതിനുശേഷം വേണം മറ്റുള്ളവർക്ക് നൽകാനായിട്ട് എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് ഇവർ എത്തുകയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണം. ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആവുന്ന ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ മുന്നോട്ടേക്ക് പരിപാലിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവരെ പല രീതിക്കും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നേർവഴിയിലൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. നേർവഴി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വൈകാരികമായ സ്നേഹപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഒരു അക്കാഡമിക് വൈസ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കാളും കുറച്ച് മുന്നോട്ടേക്ക് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. നല്ലൊരു ജോലിയൊക്കെ അവർക്ക് ഉണ്ടായിരിക്കാം, ക്വാളിഫൈഡ് ആയിരിക്കാം. അതൊക്കെ അവർ okay ആണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അവർ വളരെ brilliant ആയിട്ടുള്ള ഒരു personality ആണ്. ബാക്കി പുറമേയുള്ള കാര്യങ്ങളെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർ okay ആണ്. പക്ഷെ അവർക്ക് ഈ ഒരു ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, ഇതൊന്നും അറിയില്ല. മറ്റുള്ളവരുടെ പല പ്രലോഭനങ്ങളിലും നിങ്ങളുടെ പേഴ്സൺ വഴങ്ങി പോയിട്ടുണ്ട്. അങ്ങനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഇവർക്ക് എന്താണ് ഏതാണെന്നുള്ളത് അറിയില്ല. ആരാണോ പറയുന്നത് ആ ഒരു രീതിയിലേക്ക് അത് ശരിയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ അതിന്റെ പുറകെ പോവുക. ആ ഒരു രീതിയൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾ കണക്ട് ചെയ്യുക. നമ്മളിവിടെ സിറ്റുവേഷൻ എടുത്തിട്ടില്ല, എനർജി ലെവൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്തായാലും ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അവരെ മുന്നോട്ടേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൂടെ ഇവരുടെ മനസ്സ് മാറുകയും ഇവർ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നല്ല രീതിക്ക് എഫേർട്ട് എടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. അതോടൊപ്പം ത്രീ ഓഫ് wands ആണ്. ഇവരിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. കോഫി കുടിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുമിച്ച് ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ അവർക്ക് മിസ് ചെയ്യാണ്. ഒരുമിച്ച് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മെന്റാലിറ്റിയിലാണ് പോയത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല, പരിപൂർണമാകുന്നില്ല ജീവിതം. നിങ്ങളില്ലാതെ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഇവരിൽ വന്നിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഓർക്കും തോറും ഇവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരിൽ ആരും കാണാത്ത രീതിയിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെയും തന്റെ ഇമോഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവര് ഒരുപാട് എക്സ്പ്രസീവ് അല്ല. എല്ലാവരുടെയും മുമ്പിൽ അങ്ങനെ ഇമോഷൻസ് കാണിക്കുന്ന വ്യക്തികളും അല്ല. ഇവരുടെ വേദനകൾ ഒരുപക്ഷെ നിങ്ങൾ പോലും പൂർണ്ണമായിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇവർ അതുപോലും ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ്. അപ്പൊ ഇപ്പോഴും അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരുന്ന് വേദനിക്കുന്നു. അതും രാത്രികളിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ താൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്തൊരു മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ്. ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജി ആണ് എങ്കിൽ പോലും എല്ലാ രീതിക്കും തന്നാൽ കഴിയുന്ന രീതിയിൽ എഫേർട്ട് ഇടണം. വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. ആ ഒരു എഫേർട്ട് ഇട്ടതിലൂടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇതുവരെ ഒരു ജഗ്ലിംഗ് എനർജിയിലാണ് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ, ജഗ്ലിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടാവില്ല. റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നുള്ള രീതിക്ക് മെന്റാലിറ്റിയിൽ ഇവർ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും ഇവർ ഉള്ളിന്റെ ഉള്ളിൽ പൂർണ്ണമായി നിങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളത് പറയാൻ പറ്റില്ല. പുറമെ അവർ ആ ഒരു രീതിക്കായിരിക്കാം കാണിച്ചിട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ അവർക്ക് തീരുമാനം എടുക്കാനായിട്ട് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻസിനെല്ലാം പൂർണ്ണമായിട്ട് അവര് തന്നെ മാറ്റം വരുത്തിയിട്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും തന്റെ ലൈഫിൽ തനിക്കും വേണം ഒരു സന്തോഷം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സന്തോഷം ഇവർ കണ്ടെത്തിയേ തീരൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ആ ഒരു പഴയകാല യാത്രയിലേക്ക് എന്നുവെച്ചാൽ പോയ അതേ സ്പീഡിൽ തന്നെ അവിടുന്ന് റിട്ടേൺ ഇവർ ഇപ്പൊ തിരിച്ചു വരികയാണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു നായ എന്ന് പറയുന്നത് ആ ഒരു നൊസ്റ്റാൾജിയ മെമ്മറീസ് ആണ്, പഴയകാല മെമ്മറീസ് ആണ്. തിരിച്ചുവരവിന്റെ ഈ ഒരു യാത്രയിൽ മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ ആ ഒരു പഴയ ലോകത്തേക്ക് പോയിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ്, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നവരായിരിക്കാം. ഒരുപാട് യാത്രകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരത്തല്ല എങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഒരു കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആണെങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പ്രശ്നങ്ങൾ വന്ന സമയത്ത് വായിൽ തോന്നിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇവരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഇവരെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന്റെ വാല്യൂ,
നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത് ഇതെല്ലാം ഇവരിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായി തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്. അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും എടുത്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും ആ ഒരു പഴയ പൂക്കാലം കൊണ്ടുവരിക. പൂക്കാലം കൊണ്ടുവരിക എന്ന് വെച്ചാൽ പഴയ ആ ഒരു മെമ്മറീസ്, അതുപോലെ ആ ഒരു പഴയ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ വളരെ മനോഹരമായിട്ട് പോയ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ അതേ രീതിയിലേക്ക് വീണ്ടും കൊണ്ടുവരിക. അതിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ മെന്റാലിറ്റിനെയാണ്. എല്ലാം എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി അതിൽ നിന്നും വിപരീതമായിട്ട് ഇമോഷൻസ് എല്ലാം കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ സ്നേഹം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും തുറന്നു തന്നെ സംസാരിക്കാൻ. ദേഷ്യമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടീവ് ആയിരിക്കും എന്ന് അവർ തീർത്തും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ സങ്കടങ്ങളിലാണെന്നുണ്ടെങ്കിലും സന്തോഷങ്ങളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ കെയർ ചെയ്യും അവരെ എന്നുള്ളൊരു വിശ്വാസമാണ് അവരിലുള്ളത്. അവർക്കൊന്ന് സങ്കടം വരുമ്പോഴേക്കും ചേർത്ത് പിടിക്കാനും അവരൊന്ന് കരയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും നിങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. ആ ഒരു കാര്യമാണ് താൻ തിരിച്ചറിയാതെ പോയത്. അപ്പൊ ആ ഒരു കാര്യം ഇപ്പൊ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് നീതിപൂർവം തന്നെ നിങ്ങളിലേക്ക് വരണം എന്നൊരു മെന്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് അവർ നിൽക്കുന്നത്. അത്രത്തോളം നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ ഒരുപാട് ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ തോന്നുകയാണ്. മനസ്സുകൊണ്ട് അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ആരുടെ പ്രേരണയോ പിൻബലമോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു യൂണിവേഴ്സിന്റെ സപ്പോർട്ടോടു കൂടിയാണ് അവർ ഈ ഒരു കാര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത ആ ഒരു എഫേർട്ടിന് ക്യൂൻ ഓഫ് സോഴ്സ് നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു കാര്യത്തിന് ഇവിടെ തീർച്ചയായിട്ടും ഫലം വന്നു തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ മാനസികപരമായിട്ടുള്ള എനർജിയിൽ ഒരുപാട് വേരിയേഷൻസ് വന്നു തുടങ്ങിയിരിക്കുന്നു. അവരും കിങ് ഓഫ് സോഴ്സ് ആണ്. ആ ഒരു രാജ്ഞിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രയത്നിച്ചതെന്നുണ്ടെങ്കിൽ ആ ഒരു രാജാവിന് വേണ്ടിയിട്ട് അവരും. okay അപ്പൊ അതായത് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടിലാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പടി മുകളിലായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഇവരുടെ എനർജി എന്ന് പറഞ്ഞാൽ. കാരണം ഇവരാണ് ബാക്കിലേക്ക് പോയിരിക്കുന്ന വ്യക്തികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരേപോലെ രണ്ടുപേരും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിന് ഒരിക്കലും മാറി നിൽക്കാനായിട്ട് സാധ്യമല്ല. okay അതായത് ഒരാൾ മാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് ആ ഒരു universal support ഏറ്റവും കൂടുതലായിട്ട് മറ്റൊരു വ്യക്തിയിലേക്കും എത്തിക്കാനായിട്ടുള്ള ആ ഒരു manifestation എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ മനസ്സിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ യൂണിവേഴ്സിന് ഇനി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഒരു നിമിഷമായി മാറിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിവൈൻ ടൈം ആണ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കേണ്ട ഡിവൈൻ ടൈം. ഹോപ്പ് ആണ്, പ്രതീക്ഷകളാണ്. നിങ്ങളുടെ വ്യക്തിയിൽ ഈ ഒരു പ്രതീക്ഷ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഇവർ ആഗ്രഹിച്ചതുപോലെ ഇവരുടെ എഫേർട്ടാൽ എല്ലാ രീതിക്കും ആ ഒരു ഫ്ലവറിംഗ് കൊണ്ടുവരിക. നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു ഫ്ലവറിംഗ്. ഇവരുടെ കൈകൊണ്ട് തന്നെ നട്ടുവളർത്തിയ ഒരു ചെടി ഏറ്റവും മനോഹരമായിട്ട് പൂത്തുലയുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്വന്തം എഫേർട്ട് എടുത്ത് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് ഏറ്റവും സക്സസിലേക്ക് കൊണ്ടുപോവുക. ആ ഒരു പ്രതീക്ഷയിലാണ് ഇവർ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചിരിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നതും. സ്വന്തം കഴിവ് കൊണ്ടിട്ട് അതിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമുണ്ട്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഇവർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വർക്ക് ചെയ്യും അത് നേടാനായിട്ട്. നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കും മുൻകൈ എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അതനുസരിച്ച് കണക്ട് ചെയ്യുക. അപ്പൊ അത്രത്തോളം അവർ എഫേർട്ട് എടുത്തവരായതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടും തനിക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഇവരിലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിക്ക് തടസ്സങ്ങൾ ഇവിടെ ഒരു റിസ്ക് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഫാമിലി തേർഡ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. എന്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഇവരിപ്പോ മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെയെല്ലാം അമ്പെയ്ത് വീഴ്ത്തുക, അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് അവിടെ വീഴ്ത്തിയിട്ട് തന്റെ വിജയം നേടുക. അതായത് നിങ്ങളെ നേടുക. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ ലൈഫിലേക്ക് ആ ഒരു നീതിപൂർവം തന്നെ കൊണ്ടുവരിക. ഇനി ഒരിക്കലും നിങ്ങളില്ലാതെ ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധ്യമാകുന്നില്ല അല്ലെങ്കിൽ സാധ്യമല്ല. okay അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് നിൽക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ 2 ഓഫ് കപ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ പങ്കിടാനായിട്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളായിരുന്നു.
എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് ആയിരിക്കുകയാണ്. അപ്പൊ 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. നിങ്ങളുടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും തരാനും അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാനും ഇപ്പൊ തയ്യാറാവുകയാണ്. ഇതുവരെ അവർ ചെയ്യാതിരുന്ന ഒരു കാര്യമായിരുന്നു അത് എന്നുണ്ടെങ്കിൽ ഇപ്പോ അവർ മനസ്സുകൊണ്ട് അതിനു വേണ്ടി തയ്യാറെടുക്കുകയും നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിപ്പോ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓരോ മൊമെന്റ്സിലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ലൈഫിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും അവരുടെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന നിമിഷത്തിലാണെന്നുണ്ടെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും ഈവൻ ഒരു യാത്ര പോകുമ്പോഴും ഒരു കോഫി കുടിക്കുന്ന ടൈമിലാണ് എങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളാണ്. ഓൾ ടൈം നിങ്ങളുടെ ഒരു മെമ്മറീസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു presence ആണ് അവർ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫീൽ ചെയ്യുന്തോറും അവരുടെ എനർജി എന്ന് പറയുന്നത് ഒരുപാട് ലോയിലേക്ക് പോവുകയാണ്. വിഷമം കൊണ്ടുള്ള അല്ലെങ്കിൽ വേദന കൊണ്ടുള്ള ലോ എനർജിയിലേക്ക്. നിങ്ങൾ ഇല്ലാതെ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് അവരിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മൊമെന്റ്സും അത് തന്നെ ആയിരിക്കാം. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പ് എന്ത് രീതിയിലുള്ളതാണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കാം, ഇതിനകത്ത് ലവേഴ്സ് ഉണ്ടായിരിക്കാം, മറ്റു രീതിയിലുള്ള എനർജീസ് ഉണ്ടായിരിക്കാം. അപ്പൊ എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിച്ചവരാണ്. ഒരു കളങ്കവും ഇല്ലാതെ മനസ്സുകൊണ്ട് ആ ഒരു പ്യുവർ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങൾ ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ഒന്ന് തിരിച്ചറിയണം, നിങ്ങളുടെ സ്നേഹം ഒന്ന് ഇവർ മനസ്സിലാക്കണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം പൂർണ്ണമായിട്ടും ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പൊ അവർ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു വണ്ടർലാൻഡിലാണ്. എന്ന് വെച്ചാൽ വണ്ടർലാൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹോപ്പ് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് ഒരു ഇമാജിനറി വേൾഡ്. നിങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്നു, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ള രീതിക്ക് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു. എല്ലാ രീതിക്കും ആ ഒരു ഹാപ്പി മൊമെന്റ്സ് വീണ്ടെടുക്കാനായിട്ട് എല്ലാ രീതിക്കും അവർ ശ്രമിക്കുകയാണ്. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എത്രയും വേഗം ടെമ്പറൻസ് വന്നിട്ടുണ്ട്, ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക, അർഹമായ ആ ഒരു സ്നേഹം എത്രയും വേഗം നിങ്ങളിലേക്ക് മാത്രമായി എത്തിക്കുക. അതിനുവേണ്ടി അവർ ഒരുപാട് സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് റിസ്ക് എടുത്തും നിങ്ങളെ നേടുക, ആ ഒരു നേട്ടത്തിൽ ഒരു വിജയം കൈവരിക്കുക, ഇത് മാത്രമാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കിയപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോ എനർജിയിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഇപ്പൊ ഒരു മീഡിയം ലെവലിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിലേക്കും ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ലോയിൽ നിൽക്കാൻ കാരണം ഇവർക്ക് ആ ഒരു ഭയം ഉള്ളത് കൊണ്ടിട്ടാണ്. ഭയം എന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധം തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ അവർ എഫേർട്ട് ഇടണമല്ലോ. എന്തായാലും നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യത്തിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു ടാസ്ക് തന്നെയാണ്. അതുപോലെ ഇവിടെ റിസ്ക് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഒരു ലോ എനർജിയിൽ നിൽക്കുന്നത്. പിന്നെ അവരുടെ കുറ്റബോധം, അവർ മനസ്സുകൊണ്ട് വേദനിക്കുന്ന, അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള അവരുടെ ഒരു കുറ്റബോധം, അതുപോലെ മറ്റു പലരിൽ നിന്നും അവർ കേൾക്കേണ്ടി, അവര് മറ്റു പലരും നേരിട്ടായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ പല രീതിയിൽ അവർ തിരിച്ചറിയേണ്ടി വന്നിരിക്കുന്ന ആ ഒരു സത്യങ്ങള്, അതെല്ലാം ഇവർ മനസ്സിലാക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ എനർജി ലോ ആയിട്ട് നിൽക്കുക. അപ്പൊ ഇവരുടെ എനർജി ലോ ആവുമ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേരിയേഷൻസ് വന്നു തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ലോ എനർജി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള ലോ എനർജിയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, കറന്റ് ട്രൂ ഫീലിങ്സ് ആയിട്ട് വരുന്നത്. അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുകയും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കുറച്ച് അവരുടെ ഇമോഷണൽ ഫീലിങ്സ് കൂടെ നോക്കാം. ഇമോഷണലി അവർ എത്രത്തോളമാണ് നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നത്. ക്ലാരിറ്റി, ട്രസ്റ്റ്, the world, new cycle, intuition, structure, foundation, spirit guides, laws, strength. Okay, bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് ഫിയർ ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു വ്യക്തിക്ക് ഭയം ഉണ്ട് എന്നുള്ള കാര്യം. നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഭയം അവർ അലട്ടുന്നുണ്ട്. ഇല്യൂഷൻ ആണ്, ഇല്ലാത്തത് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, എന്തായിരിക്കും എന്തായിരിക്കും എന്നൊരു ചിന്ത. എങ്കിലും ആ ഒരു ഹോപ്പ് വെച്ചിട്ടാണ് വരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വേണം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടെടുക്കണം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് കൊടുത്തിരുന്ന വ്യക്തികളായതുകൊണ്ട് ഇപ്പോൾ എല്ലാ രീതിക്കും ഒരു ഡൗൺ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇത് ഇപ്പൊ ശരിയാവും എന്നുള്ള രീതിക്കായിരിക്കാം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തത്. എന്നിട്ടും ശരിയാവാതെ വന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതിന് ഇവരിപ്പോ മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങളോട് ക്ഷമാപണം നടത്തുന്നുണ്ട്. അതോടൊപ്പം അവരുടെ മുന്നിലേക്ക്
വെളിപ്പെട്ടിരിക്കുന്ന ക്ലാരിറ്റി, ആ ഒരു ട്രൂത്ത്, സത്യങ്ങൾ മറ്റു പലരിൽ നിന്നും അവർക്ക് കേൾക്കേണ്ടി വന്നു എല്ലാ കാര്യങ്ങളും. അപ്പോഴാണ് അവരുടെ ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് ലോസ് ചെയ്ത് കളഞ്ഞതാണ്. ആ ഒരു മിസ്സിങ് അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം കയ്യിൽ നിന്നും അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് തന്നെ ഈ സത്യങ്ങളെല്ലാം അവരിലേക്ക് കറക്റ്റ് ആയിട്ട് മുന്നിലേക്ക് തെളിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ആ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഡിവൈൻ ടൈമിൽ എടുക്കേണ്ട ആ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ സൈക്കിൾ കൊണ്ടുവരണം. കാരണം നിങ്ങളാണ് അവരുടെ ഒരു വേൾഡ്, നിങ്ങളാണ് അവരുടെ ഒരു ലോകം. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഒരു പക്ഷെ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അനുഭവിക്കേണ്ടിയിരുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഒരിക്കലും പിരിക്കേണ്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ പിരിക്കാൻ അവർ അനുവദിക്കുകയുമില്ല, അവരതിന് തയ്യാറുമല്ല. നിങ്ങൾ ഒന്നിക്കേണ്ട വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു fulfillment കൊണ്ടുവരാനായിട്ട് എന്ത് രീതിക്ക് എഫേർട്ട് ഇടാനും ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനും എല്ലാ രീതിക്കും ആ ഒരു ഹാപ്പിനെസ് വീണ്ടും ഇതിലേക്ക് എത്തിക്കാനും അവർ തയ്യാറെടുക്കുകയാണ്. മാത്രമല്ല അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ട്രൂത്ത് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്യണം. ഇതുവരെ നിങ്ങളോട് കാണിക്കാതിരുന്ന ആ ഒരു ഇമോഷൻസ് എല്ലാം പ്രകടമായിട്ട് തന്നെ നിങ്ങളിലേക്ക് കാണിക്കണം. എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഫൗണ്ടേഷൻ, ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കണം നിങ്ങളുടെ ബന്ധത്തിൽ വേണ്ടത്. ഇനി ഒരു കാരണവശാലും ഇതിൽ നിന്ന് മാറി പോകാനോ മാറി ചിന്തിക്കാനോ ഒന്നിനും താൻ തയ്യാറല്ല. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെടുത്താനായിട്ട് ഒരിക്കലും ഈ വ്യക്തി നിങ്ങൾ തയ്യാറല്ല. അതിനുവേണ്ടി അവര് സ്പിരിറ്റ് ഗൈഡ്സ് ആണ് വന്നിരിക്കുന്നത്, അസിസ്റ്റൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പിരിച്വലി ഒരുപാട് കണക്ട് ആയിട്ടുണ്ട്. ഒരു വിശ്വാസമൊക്കെ ഇല്ലാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ വിശ്വാസം എല്ലാം ഈ ഒരു ടൈമിൽ അവരിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫിയർ വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഇൻറ്റ്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഇമോഷൻസിൽ ഫിയർ മാത്രമല്ല നിൽക്കുന്നത്, ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്നുണ്ട്. ആങ്സൈറ്റി, അതുപോലെ ഓൾറെഡി ഡിപ്രഷൻ നമ്മൾ പറഞ്ഞു, ഹാപ്പിനെസ് മിക്സ് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം എല്ലാ രീതിക്കും കടന്നു പോകുന്നുണ്ടെങ്കിലും ഭയം വരുന്നുണ്ടെങ്കിലും ഒരു കോണിൽ ഇരുന്ന് ഇവർ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്, പ്രതീക്ഷ. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവസാനം ഭയവും കാര്യങ്ങളൊക്കെ വരുന്നാലും ഇവർ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ആ ഒരു പ്രതീക്ഷയിലാണ്. എല്ലാം ശരിയാകും, അല്ലെങ്കിൽ ശരിയാക്കാൻ തനിക്ക് സാധിക്കും, നിങ്ങളെ വീണ്ടെടുക്കാനായിട്ട് അവർക്ക് കഴിയും, അവർ അതിനു വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സുകൊണ്ട് അവരൊരു ടെലിപതി കണക്ഷൻ പോലെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. അവിട്ടം എന്നൊരു സ്റ്റാർ, 38, ബി എന്നൊരു ലെറ്റർ, 1988 വന്നിട്ടുണ്ട്. ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഡിസംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 4 എന്നൊരു നമ്പർ, ഡി എന്നൊരു ലെറ്റർ, തിരുവാതിര സ്റ്റാർ ആണ്, 44, വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 24 വന്നിട്ടുണ്ട്. ചോതി, ഒക്ടോബർ മന്ത്, പി എന്നൊരു ലെറ്റർ, കാസർഗോഡ്, കാർത്തിക നക്ഷത്രം, 44 അഗൈൻ വന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അബ്രോഡ് ആയിരിക്കാം, പുറത്തെവിടെയെങ്കിലും ആയിരിക്കാം. വിശാഖം എന്നൊരു സ്റ്റാർ, ജാനുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം അഗൈൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അത്തം എന്നൊരു നക്ഷത്രമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ ഒരു ക്യാരക്ടർ ആയിട്ടും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്, ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.